ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ. അതെ, അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നു ഇന്നലെ രാത്രി 12 മണിക്ക്. പക്ഷെ ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. പിന്നെ ടി വിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട്. ടി വിയിലെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന, അതായത് 9 മണിക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് പ്രൊമോസ് വന്നത്. 2 മണിക്കൂറേ ഉള്ളൂ, 3 മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നാണ് എല്ലാവരും, കുറച്ച് പേര് മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഇത് ലൈവാണോ അല്ലയോ എന്നൊക്കെയുള്ളത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ എങ്ങനെയാണ് ഹോട്ട്സ്റ്റാറിൻ്റെ പുതിയ പ്ലാൻ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടും ഇത് എങ്ങനെ കാണാം, ഇത് എന്നും രാത്രി 12 മണിക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫുൾ കൺഫ്യൂഷനും ഫുൾ വെപ്രാളവും ഒക്കെ ആയിപ്പോയി ഇന്നലെ നടന്നത്. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം നമുക്ക് ഓൾറെഡി ഒരുവിധം അറിയായിരുന്നു എന്താണ്. നമ്മൾ ഇന്ന് ഹോട്ട്സ്റ്റാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 AM നമുക്ക് അഗ്നി പരീക്ഷ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. സോ എല്ലാവർക്കും ഡൗട്ടായി അതെങ്ങനെ ഇത്രയും നേരത്തെ വരുന്നത്. കാര്യം രാത്രി 9 മണിക്കാണ്, അതായത് ഇന്ന് രാത്രി 9 മണിക്കാണ് ലോഞ്ച് എപ്പിസോഡ് വരുന്നത്. പിന്നെ എങ്ങനെ ഇത് സ്ട്രീമിംഗ് വരും? ഇനി സ്ട്രീമിംഗ് എന്ന് കേട്ടപ്പോൾ കുറേ പേര് വിചാരിച്ചു അയ്യോ ഇത് ലൈവാണോ, ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണോ. ലൈവ് ഒന്നുമല്ല, എപ്പിസോഡാണ് വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു എപ്പിസോഡ്സ് ആയിട്ട് വരുന്നത്. നമ്മുടെ ബിഗ് ബോസിൻ്റെ ലൈവ് എപ്പിസോഡും വരും. പക്ഷേ നമുക്ക് വേറെ റിയാലിറ്റി ഷോസ് ഒന്നും നമുക്ക് ഇവിടെ മലയാളത്തിലില്ലല്ലോ. ഇപ്പം മറ്റേ ഹിന്ദിയിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് മറ്റെന്താണ് ലോക്കപ്പ്, അതേപോലെ തന്നെ ട്രേറ്റർ, അതുപോലത്തെ ഉള്ള റിയാലിറ്റി ഷോസ് ഉണ്ട്. അതും ഇതുപോലെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ലോക്കപ്പൊക്കെ ആണെങ്കിൽ 8 മണിക്കാണ് നമ്മുടെ ഇതിൽ വരുന്നത്, നെറ്റ്ഫ്ലിക്സിൽ വരുന്നത്. അപ്പോൾ 8 മണിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. 8 മണിക്ക് അവർ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. അപ്പം അതുപോലെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത് 12 മണിക്ക് എന്നുള്ളത്. സോ ഇന്നലെ നമ്മൾ 12 മണിക്ക് എല്ലാവരും കാത്തിരുന്നു. പക്ഷെ 12 മണി 12:05 ഒരു ഇതുമില്ല, ഒന്നും അറിയുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തെലുങ്കു അഗ്നി പരീക്ഷ അവർ സ്ട്രീം ചെയ്ത് തുടങ്ങി. അതായത് തെലുങ്കു അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നു. അപ്പോൾ തന്നെ പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യും, എവിടെ പോയി, അയ്യോ നമ്മളെ തേച്ചോ, ഇനി എപ്പിസോഡ് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 12:15 കഴിഞ്ഞു, അപ്പോഴും ഇല്ല. നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു 12:30 ആയപ്പോഴാണ് എപ്പിസോഡ് മൊത്തം വന്നത്. മൊത്തം ഏകദേശം 1 മണിക്കൂറിനുള്ള എപ്പിസോഡായിരുന്നു. ഈ എപ്പിസോഡ് തന്നെയായിരിക്കും ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ നേരത്തെ വരിക. ഇനി നാളെ, അതായത് നാളത്തെ എപ്പിസോഡ്, അതായത് സൺഡേ എപ്പിസോഡും ഇന്ന് രാത്രി 12 മണിക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാത്ത് തന്നെ അറിയേണ്ടി വരും. കാര്യം ഇത്രയും നേരത്തെ എപ്പിസോഡ് വരുമോ ഇല്ലയോ. സാധാരണ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകളൊക്കെ ബിഗ് ബോസിൻ്റെ സമയത്തായിരുന്നു സ്ട്രീമിംഗ് വന്നിരുന്നത് ഹോട്ട്സ്റ്റാറിൽ. അതായത് ടി വിയിൽ എപ്പോഴാണോ കാണിക്കുന്നത് ആ സമയത്തായിരുന്നു. പണ്ടൊക്കെ കുറച്ച് ഒരു സീസൺ 5 എന്തോ ആണെന്ന് തോന്നുന്നു, അതിനകത്ത് നേരത്തെ വരുമായിരുന്നു. 4 ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹോട്ട്സ്റ്റാറിൽ നേരത്തെ വരും, എപ്പിസോഡ് നേരത്തെ വരും, BB+ നേരത്തെ വരും. അതേപോലെ തന്നെ നാളത്തേക്കുള്ള പ്രമോ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ അറിയും, ടി വിയിൽ വരുന്നതിന് മുന്നേ. പക്ഷേ ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒരേ സമയത്തായിരുന്നു അല്ലേ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ഒരു സമയത്ത്, എപ്പിസോഡും അവിടെ ഒരേ സമയത്തായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ അവർ മാറ്റുമോ ഇല്ലയെന്ന് കണ്ടറിയാം. അതോ ഇനി ഓഗസ്റ്റ് 15 മാത്രമാണോ, അതോ ഇന്ന് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് സൺഡേ നമുക്ക് കാത്തിരിക്കാം. 12 മണിക്ക് രാവിലെ സൺഡേ 9 മണിക്കുള്ള എപ്പിസോഡ്, രാത്രി 9 മണിക്കുള്ള എപ്പിസോഡ് നേരത്തെ 12 മണിക്ക്, രാവിലെ 12 മണിക്ക് വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പ്ലാനുകളൊക്കെ എല്ലാവരും എടുത്തു വെച്ചോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാര്യം എന്തായാലും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസംബർ വരെ ഇത് യൂസ് ചെയ്യാമല്ലോ. കാര്യം ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണ്. ഓൾറെഡി നമുക്ക് ഇത് നെവർ എൻഡിങ് ആണ്. നെവർ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഈ പ്ലാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുടങ്ങുന്ന നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കുന്നത് ഡിസംബർ പകുതി ആകുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം കുറേ സബ്സ്ക്രിപ്ഷൻ ഞാൻ നെറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. 2026 28 ജനുവരിയിൽ പുതിയ പ്ലാനുകൾ. അതിനകത്ത് ഒരു മൊബൈലിൽ മാത്രം കാണാൻ വേണ്ടിയിട്ട് 1 മാസത്തേക്കുള്ള പ്ലാൻ, മൊബൈലിൽ മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് 1 മാസത്തേക്കുള്ള 79 രൂപയ്ക്ക് 1 മാസം മൊബൈലിൽ കാണാം. മൊബൈലിൽ മാത്രം 3 മാസത്തേക്കുള്ള പ്ലാൻ 149 രൂപയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം ഇനി ഉണ്ടാവും ബിഗ് ബോസ്. ഏകദേശം ഡിസംബർ വരെ ഉണ്ടാവും. സോ 3 മാസത്തെ എടുത്തിട്ടും കാര്യമില്ല. എന്തായാലും 3 മാസം 149 രൂപ. 1 വർഷത്തേക്ക് മൊബൈലിന് മാത്രം കാണാൻ വേണ്ടിയിട്ട് എന്താണ് 499 രൂപയാണ്. 499 രൂപ. ഇത് നെറ്റിൽ കിടക്കുന്നതാണ്. ചിലപ്പോൾ ഇനി അവർ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഞാൻ വായിക്കുന്ന പ്ലാൻ ഇവർ അപ്ഗ്രേഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് നെറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് 2 ഡിവൈസ്, അതായത് മൊബൈലിലും ടി വിയിലും ഒക്കെ 2 ഡിവൈസിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് ആഡ് ഫ്രീ അല്ല, ആഡ് സപ്പോർട്ടഡ് ആണ്, ആഡ് ഫ്രീ അല്ല. പിന്നെ അടുത്തതും ആഡ് സപ്പോർട്ടഡ് ആണ്.
സൂപ്പർ പ്ലാനാണ്. 1 മന്തിലേക്ക് 149 രൂപ, 2 ഡിവൈസാണ് അറ്റ് എ ടൈം. 3 മാസത്തേക്ക് 349 രൂപ, 1 വർഷത്തേക്ക് 1099, എനിക്ക് വായിക്കാൻ പറ്റില്ല, 1099 രൂപ. ഓക്കെ, ഇനി പ്രീമിയം പ്ലാൻ ഉണ്ട്. പ്രീമിയം പ്ലാൻ 3 മാസത്തേക്ക് 349 രൂപ, 5 മാസം വേണ്ടി വരും കേട്ടോ. അതിനടുത്ത് പ്രീമിയം പ്ലാൻ, അത് 4 ഡിവൈസ് ആക്സസ് ചെയ്യാം, ആഡ് ഫ്രീ ആണ്. 1 മാസത്തേക്ക് 299 രൂപ, 1 മാസത്തേക്ക് പറ്റത്തില്ല, 1 മാസത്തേക്ക് നഷ്ടമാണ്. 3 മാസത്തേക്ക് 699 രൂപ, 1 വർഷത്തേക്ക് 2199 രൂപ, 2199 ആണ് പ്ലാൻ. അപ്പം നിങ്ങൾക്കിത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ എടുക്കുക. എന്തായിരുന്നാലും ഇത് ഇപ്പോൾ തുടങ്ങി, ഓഗസ്റ്റ് 15 തുടങ്ങി ഡിസംബർ വരെ ഉണ്ടാവും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ബിഗ് ബോസ്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ എടുക്കുക. ഓക്കെ, ഓഗസ്റ്റ് തൊട്ടുള്ളത് കൊണ്ട് വലിയ ദൈർഘ്യമായ പ്ലാൻ വേണം എടുക്കാൻ, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. സോ ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇന്നും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് 12 ഓൾറെഡി എപ്പിസോഡ് വന്നു. നിങ്ങളെല്ലാവരും ഹോട്ട്സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ എപ്പിസോഡ് വന്നു കഴിഞ്ഞുവേ. ഇന്ന് 9 മണിക്കുള്ള എപ്പിസോഡ് വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇപ്പോഴും പുതിയ പ്രൊമോസ് വരുന്നത് ഇന്ന് നമ്മുടെ ടി വിയിൽ എപ്പോൾ കാണിക്കും എന്നുള്ളതിൻ്റെ പ്രൊമോയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാത്രി 9 മണിക്ക് ലോഞ്ച് എപ്പിസോഡ്. ആക്ച്വലി ലോഞ്ച് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കത് പോയി കാണാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇരുന്ന് കണ്ട് ഇതിൻ്റെ റിവ്യൂ, മൊത്തത്തിലുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഷോർട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന് ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരാം. റിവ്യൂ ഓൾറെഡി ഞാൻ ഫുൾ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് പിൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാനിത് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്യാം റിവ്യൂ കേട്ടോ. പഴയ റിവ്യൂ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് ഇട്ടേക്കുന്നത്. എന്തൊക്കെയാണ് എപ്പിസോഡിൽ നടന്നത്, എൻ്റെ എപ്പിസോഡിൻ്റെ അനാലിസിസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയും നാളെ തൊട്ട്, ഇതിപ്പോൾ ഇന്നും 12 മണിക്കാണ് എപ്പിസോഡെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ റിവ്യൂ ഇടും. എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന് പറഞ്ഞ് വെച്ചോളുക. സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളൂ, എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളൂ. കാര്യം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.